മൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചിക്കൻ ടിക്കി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ അനിയനും പിന്നെ അനിയത്തിയാണ്. അവരെ കാണിച്ചു തരാം. അവിടെ നിന്ന് വായ നോക്കി നിൽക്കേണ്ട വലിയായിട്ട് ഒരു പണി ചെയ്യില്ലെങ്കിലും വെറുതെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ അനിയനും ഇവിടെ നോക്കുകയാണെങ്കിൽ അനിയനും ഇവിടെ കനലുണ്ടാക്കിയാണ്. പിന്നെ ഉണ്ടാവും ഞാനിവിടെ വീഡിയോ എടുത്ത് നടക്കണം. നമ്മൾ വെറുതെ വീഡിയോ എടുത്ത് നടക്കല്ലേ, നമ്മൾ എന്താ പറയുക ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനാണ് കനലുണ്ടാക്കി കൊടുത്തു. ഇവന്മാർ ചെറിയ പിള്ളേരാണ് കനലുണ്ടാക്കാൻ അറിയില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. ഇപ്പോൾ ഊതി ശരിയാക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഇവിടെ പുകയ്ക്ക് വന്നതായിരുന്നു. നമ്മൾ പറയുകയാണെങ്കിൽ പുകയൊന്നും വന്നൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ അനിയൻകുട്ടന് ഊതി തുടങ്ങിയപ്പോൾ പുകയൊക്കെ നന്നായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മളിത് ചെയ്യുന്നത് എൻ്റെ അമ്മയുടെ വീട്ടിലാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ചെയ്യാനൊന്നും സമ്മതിക്കാത്തതുകൊണ്ട് നമ്മളിപ്പോൾ അമ്മയുടെ വീട്ടിലാണ് ചെയ്യണത്. പിന്നെ നമ്മുടെ അച്ഛൻ നല്ല കട്ട സപ്പോർട്ട് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ചിക്കനൊക്കെ മേടിച്ചു തന്നിട്ടുണ്ട്. ചിക്കൻ കോളാവണമെങ്കിൽ അച്ഛൻ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗൈസ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുണ്ടാവും. ഇപ്പോൾ ഇത്തിരി കനലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അനിയത്തി ചെയ്ത് വെച്ചൊരു പരിപാടി കാണിച്ചു തരാം. ഇവിടെ നമ്മളുടെ അമ്മാമ്മ ചക്ക ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് അവള് സ്പൈഡർമാനാ വന്ന് നോക്കിയത് ഗൈസ്. നമ്മളിരിക്കുന്ന സ്ഥലം നിങ്ങൾ വിചാരിക്കും നല്ല വെയിലത്തിരിക്കുകയാണ്. പക്ഷെ നമ്മളിരിക്കുന്നത് എല്ലാവരുടെ തണല്ലാട്ടോ. അമ്മാമ്മ ഇവിടെ ഗോവക്കായ നട്ട് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കനൽ ഏകദേശം സെറ്റായി വരുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു 12 മണി ആവാറായിട്ടുണ്ട്. നമ്മളൊരു 1 മണി ആകുമ്പോഴേക്കും നമ്മളെ ചിക്കൻ ചൂടാൻ വെക്കണം എന്നാണ് വിചാരിച്ചത്. ഒരു 2 മണി ആകുമ്പോഴേക്കും നമുക്ക് കഴിക്കാൻ പറ്റുന്ന പോലെ. പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ കനൽ അച്ഛൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മുമ്പത്തോട്ട് അൽഫാം ഉണ്ടാക്കിയപ്പോൾ ആ കനൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഗായ്സ്. നമ്മുടെ അച്ഛൻ ഇവിടെ ഒപ്പമുണ്ട്. അച്ഛൻ്റെ എക്സ്പ്രഷൻ കണ്ടറിയാം, നല്ല ചൂടായിട്ടുണ്ട്. നമ്മളപ്പോൾ മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ എടുക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളുടെ ചൂടായ സ്ഥിതിക്ക് നമുക്ക് മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ എടുക്കാൻ ഗൈസ്. ഇതാണ് നമ്മുടെ ചിക്കൻ, നല്ല സുന്ദരനായിട്ടിരിക്കുന്നുണ്ട് കട്ടി ഗൈസ്. നമ്മൾ അച്ഛൻ ദുബായിനോട് വന്ന ചിക്കൻ ടിക്കാരെ വടിയോട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പരിപാടിക്ക് കിടക്കാം. നമ്മളമ്മ എന്തൊട്ട് ഇവിടെ ചെയ്യണേന്ന് ആലോചിച്ചിരിക്കുന്നുണ്ട് ഗൈസ്. നമ്മുടെ അച്ഛനും ഞാനും കൂടിയിട്ട് ഇവിടെ കമ്പിമ ചിക്കനൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് അത് ഇങ്ങനെ വെക്കാട്ടോ. ഇവിടെ നല്ല ചൂടുണ്ട് ഗൈസ്. കയ്യൊക്കെ പൊള്ളുണ്ട് കണ്ണിന് വയ്ക്കുമ്പോൾ. അപ്പോൾ ഗൈസ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അനിയൻകുട്ടൻ അവിടെ അതിമയ്ക്ക് എണ്ണ പറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ ഇത് ഇത്തിരി കൂടിയും പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എണ്ണ പറ്റി കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ അനിയൻകുട്ടൻ അവിടെ അതിമയ്ക്ക് എണ്ണ പറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ ഇത് ഇത്തിരി കൂടിയും പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എണ്ണ പറ്റി കൊടുക്കുന്നത് ഗൈസ്. നമ്മളിലൊക്കെ ഒരു പണി പറ്റി. ഇത് ഭയങ്കരമായിട്ട് ചൂടായി വടി വയ്ക്കും. അപ്പോൾ നമ്മൾ അച്ഛനും പറഞ്ഞു, അച്ഛനപ്പം പറഞ്ഞു ഈ കമ്പിമ വയ്ക്കാന്ന്. അപ്പോൾ ഈ കമ്പി വെച്ചിട്ട് നമ്മളിപ്പോൾ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കനലൊക്കെ ഇങ്ങനെ നീക്കിയിട്ടുണ്ട് ഗൈസ്. നല്ല ചൂടായിട്ട് ഇവിടെ കൈയൊന്നും വെക്കാൻ പറ്റില്ല, പൊള്ളി പോവും ഗൈസ്. സ്വഭാവിയായ അനിയൻകുട്ടൻ ഇവിടെ എനിക്കും അച്ഛനും കൂടി വീശി തരുന്നുണ്ട് ഗൈസ്. നമ്മുടെ അനിയന് വയ്യാണ്ടായിട്ട് അവൻ വെള്ളം കുടിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 1:30 സമയമായിട്ടുണ്ട്. നമ്മുടെ ഫുഡ് കഴിക്കാനുള്ള നന്നായിട്ട് വിഷയം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചിക്കൻ്റെ വീഡിയോ കാണിച്ചു തരാം. ചിക്കൻ കണ്ട ഇപ്പോൾ കമ്പി മാറ്റിയിട്ട് ഇപ്പോൾ നന്നായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞ് ഇത്തിരി കൂടി പെട്ടെന്ന് വേവുന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഈ ഭാഗം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി. ഈ പീസുകൾ ഇത്തിരി കൂടി വലുതായി. ബാക്കിയുള്ളതൊക്കെ അത്ര കുഴപ്പമില്ല. ഇത് മൊത്തം ഇതിലത്തെ ഈ പീസും നന്നായിട്ട് വലിപ്പം വെച്ചു. അപ്പോൾ അതുകൊണ്ട് വേവ് ആവാൻ ഇത്തിരി ടൈം എടുക്കട്ടെ ഗൈസ്. നമുക്ക് കഴിച്ചു നോക്കട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അമ്മാമ്മ എടുക്കുന്നുണ്ട്. അമ്മാമ്മ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയും. അമ്മാമ്മ കഴിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് അമ്മാമ്മ? സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഗൈസ് നമ്മുടെ സാധനം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അനിയനാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവൻ എടുക്കാൻ പോകണം ഗൈസ്. അനിയൻ എടുക്കുകയാണ് ഗൈസ്. ഇപ്പം ഏകദേശം അത് വേണ്ടിട്ടെന്നാണ് അച്ഛൻ പറഞ്ഞത്. അച്ഛൻ ഇപ്പോൾ റിലീസ് ചെയ്ത് തരുട്ടത് നമുക്ക്. അപ്പോൾ ഗൈസ് അച്ഛന് റിലീസ് ചെയ്ത് തരുന്നുണ്ട്. നന്നായിട്ട് ഹാർഡായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കുത്തി കയറുന്നുണ്ട്. ഏകദേശം വന്നിട്ടുണ്ട് ഗൈസ്. ഗൈസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ അനിയൻകുട്ടൻ ഒരു ടേസ്റ്റ് ചെയ്യാൻ പോണേ ഗൈസ്. അപ്പോൾ അവൻ പറയൂട്ടോ റിയാക്ഷൻ എങ്ങനെയുണ്ട് അപ്പുവോ? അപ്പൂന് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൂ നല്ലൊരു ടേസ്റ്ററാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇനി അടുത്ത അമ്മാമ്മയ്ക്ക് കൊടുക്കാട്ടോ കൊണ്ടുപോയിട്ട് ഗൈസ്. അമ്മാമ്മ എടുക്കുന്നുണ്ട്. അമ്മാമ്മ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയും. അമ്മാമ്മ കഴിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് അമ്മാമ്മ? സൂപ്പറായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗൈസ് നമുക്ക് കഴിച്ചു നോക്കട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, ബൈ.